എല്ലാവർക്കും നമസ്കാരം. സിദ്ധാർത്ഥാണ്. ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ നടൻ സിദ്ധാർത്ഥ് പ്രഭു തിരിച്ചെത്തിയതിനു പിന്നാലെ താരത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും വിമർശനം ശക്തമാവുന്നു. സിദ്ധാർത്ഥ് ഓടിച്ചിരുന്ന വാഹനം ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചിരുന്നു. അപകടത്തിന് ശേഷം നാട്ടുകാരും സിദ്ധാർത്ഥും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇത് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തു. മദ്യപിച്ച് വാഹനമോടിച്ച് ഒരാളുടെ മരണത്തിന് കാരണമായാലും ഇവിടെ ഒരു കുഴപ്പവുമില്ലേ എന്നാണ് സിദ്ധാർത്ഥിൻ്റെ മിനി സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവ് ചൂണ്ടിക്കാട്ടി ഉയരുന്ന ചോദ്യം. ഒരാളെ കൊന്നിട്ടും കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ കൊന്നാലും ഇവിടെ കുഴപ്പമൊന്നുമില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിക്കുന്നത്. എന്നാൽ സിദ്ധാർത്ഥ് ഈ പരമ്പരയിലേക്ക് തിരികെ എത്തിയതിനെ പിന്തുണച്ചുള്ള കമൻറ്റുകളും ഉയരുന്നുണ്ട്. പരമ്പരയിലെ സിദ്ധാർത്ഥിൻ്റെ തിരിച്ചുവരവ് സീനിൽ അമ്മൂമ്മയുടെ കൈപിടിച്ച് സിദ്ധു തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. പറ്റിപ്പോയി എന്നാണ് കരഞ്ഞുകൊണ്ടുള്ള സിദ്ധാർത്ഥിൻ്റെ ഡയലോഗ്. പരമ്പരയിലെ ഈ രംഗത്തിന് യഥാർത്ഥ ജീവിതവുമായി ബന്ധമില്ലെങ്കിലും നടൻ്റെ പൊതുസമൂഹത്തോടുള്ള ക്ഷമാപണം ആണിതെന്ന നിലയിൽ പ്രതികരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കോട്ടയം MC റോഡിൽ നാട്ടകത്ത് ആയിരുന്നു അപകടം ഉണ്ടായത്. ഡിസംബർ 24-നായിരുന്നു ഇത്. ചിങ്ങവനം പോലീസ് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. വൈദ്യപരിശോധനയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ചിരുന്നു എന്നും തെളിഞ്ഞിരുന്നു.